ഒരൊന്നൊന്നര ക്യാച്ച്. ബൗണ്ടറിക്കരികിലേക്ക് അടിച്ചുയർത്തിയ പന്ത് ഓടിച്ചെന്ന് ചാടി വീണ് ഡൈവ് ചെയ്ത് ഒറ്റ കയ്യിൽ ക്യാച്ച് എടുത്തിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസമൊക്കെ വൈറലാണ്. ആ വീഡിയോയിൽ കാണുന്ന വ്യക്തി ആളത്ര നിസ്സാരക്കാരനല്ല, ചില്ലറക്കാരനല്ല. കല്യാശ്ശേരി MLA M. വിജിനാണ്. തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകരും MLA മാരും തമ്മിൽ നടന്നിട്ടുള്ള ഒരു മാച്ചിനിടയിൽ ഒരു കിടിലൻ ക്യാച്ചെടുത്ത് താരമായത്. ആ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ചും M. വിജിനായിരുന്നു. ഗംഭീര ക്രിക്കറ്റ് പ്ലെയറാണ്. നാട്ടിലെ യുവാക്കളോടൊപ്പം തന്നെ കളിക്കുകയാണ്. വിജിനേട്ടാ നമസ്കാരം. ക്രിക്കറ്റ് കളി നിങ്ങൾ താരമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ആ മാച്ച് ഭയങ്കര വൈറലായി. തീർച്ചയായും നമ്മൾ ലഹരിക്കെതിരായി മാധ്യമപ്രവർത്തകരും MLA മാരും തമ്മിലുള്ള സൗഹൃദ മത്സരം, ആ മത്സരത്തിനിടയിൽ ഉണ്ടായൊരു ക്യാച്ച്, അത് തീർച്ചയായും അതൊരു ഇപ്പോൾ ഒരു നിങ്ങളുടെ സ്ഥിരം കളി എങ്ങനെ ഈ തിരക്കിനിടയിലൂടെ എപ്പോഴെങ്കിലും കളിക്കാനൊക്കെ പറ്റാറുണ്ടോ? അതിപ്പോൾ നമ്മൾ സാധാരണ നേരത്തെ നമ്മളിപ്പോൾ നമ്മളെ കൂടെ കളിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ നേരത്തെ സ്ഥിരമായി നമ്മൾ ക്രിക്കറ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്രിക്കറ്റ്, അത് കഴിഞ്ഞ ഫുട്ബോൾ, നമ്മുടെ നാട്ടിലെ കണ്ടത്തു നിന്നാണ് കഴിക്കുക. ഇപ്പോൾ കണ്ടം കളി അതെ, കണ്ടം ഉണങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞാൽ ഇവരിപ്പം വീണ്ടും കണ്ടത്തിന് ക്രിക്കറ്റ് കളി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ MLA ആയതിന് ശേഷം അങ്ങനെ വരാൻ പറ്റാറില്ല. ഇപ്പോൾ ഒരു കൊല്ലം മുന്നേ കളിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അന്ന് MLA മാരുടെ മത്സരത്തിലാണ് അന്ന് കളിക്കുന്നത്. അതായത് വിജിൻ MLA-യുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് നാട്ടിലെ കണ്ടാണ്. തീർച്ചയായും ആ ഹോം ഗ്രൗണ്ട് നാട്ടിലെ കണ്ടാണ്, നാട്ടിലെ കണ്ടത്തിലെ അനുഭവമാണ്. തീർച്ചയായും അത് ആ ഒരു കരുത്ത് ചെറുപ്പത്തിലെ നമ്മളെല്ലാം ചേർന്ന് നാട്ടിലെ ടൂർണമെൻറ്റുകൾ, നമ്മൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നമ്മൾ സംഘടിപ്പിക്കും, നമ്മൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പുറത്തു പോയി കളിക്കും. അതുപോലെ എല്ലാ സമയവും കണ്ടത്തിൽ അതിഗൗരവമായ വാശിയേറിയ, ചില സമയത്ത് തല്ലുകൂടുന്ന, ചില സമയത്ത് സ്റ്റമ്പടിച്ച് പൊളിക്കുന്ന, ഔട്ട് വിട്ടുകൊടുക്കാത്ത ആ ഒരു നാടൻ ക്രിക്കറ്റ് ഉണ്ടല്ലോ, ആ ക്രിക്കറ്റ് നമ്മൾ കളിച്ച് നമ്മളെ എല്ലാവരും ചേർന്ന് കളിക്കും. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുള്ള കളിയൊക്കെ ഭയങ്കര ഒരു രസമാണ്. വളരെ രസമാണ് ആ സമയത്ത്. ചെറുപ്പത്തിൽ മുതലേ തുടങ്ങിയ കളിയാണ്. അത് നമുക്ക് ഏകദേശം കുറേ ഒരു 10ാം ക്ലാസ് വരെ ആ കളി നീണ്ടു പോയിട്ടുണ്ട്. ഇതേപോലെ കണ്ടെത്തും പയ്യന്നൂർ കോളേജ് ഗ്രൗണ്ടിലും മാച്ചും വളരെ രസമായിരുന്നു. സത്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് കളിക്കുമ്പോൾ ഇത്രയും വലിയ താരാണോ വിജിനേട്ടൻ? അതെ, ഇവിടുന്ന് താരാണ്. അതെ, നാട്ടിലേയും കൂടി താരാണ്. അതെ. ക്രിക്കറ്റ് ബൈ ചാൻസിന് സംഭവിച്ചു പോയ ഒരു ക്യാച്ചും ഒരു ഇതൊന്നും അല്ല തീർച്ചയായും ബാറ്റിങ്ങിനായാലും ബോളിങ്ങിനായാലും പുള്ളി ഫാസ്റ്റ് ബോളറും കൂടിയാണ്. എല്ലാം ഓൾറൗണ്ടറാണ്. ആ കളിയിൽ മാൻ ഓഫ് ദ മാച്ച് വിജിനാണ്. അതെ, ആ കളിയിൽ മാൻ ഓഫ് ദ മാച്ചായി. ഞാനതിൽ ബോൾ എറിഞ്ഞിട്ടില്ല. അതിൽ 2 വിക്കറ്റും കൂടി എടുക്കുമായിരുന്നു എന്നല്ലേ? അല്ല, ഏതായാലും ഒരു വാശിയേറിയ മത്സരമായിരുന്നു. പക്ഷെ അതൊരു വളരെ മനോഹരമായ ഒരു മത്സരം. എല്ലാവരും നന്നായി കളിച്ചു. നമ്മുടെ ടീമിൽ എല്ലാവരും ഇതുപോലെ. അറിയോ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം, ഈ മാധ്യമ പ്രവർത്തകൻ്റെ വിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ വിക്കറ്റ് എടുക്കാൻ ക്യാച്ച് എടുത്ത് M. വിജിൻ എന്നുള്ള ക്യാപ്ഷനോട് കൂടിയാണ് ഈ സാധനം ഓടുന്നത്. അതെ, ആ ചെറിയ വാപ്പറോഡിലെ ചെറിയൊരു അതുകൂടി ട്രെൻഡാക്കിയിട്ടുണ്ട്. ഏതായാലും പക്ഷേ നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനാണ്. അപ്പോൾ ലഹരിക്കെതിരായ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്നൊരു ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ക്യാച്ച് വൈറലായി എന്ന് പറഞ്ഞാൽ ആ ലഹരിക്കെതിരായി നമ്മൾ ഏറ്റെടുത്ത ക്യാമ്പയിൻ കൂടി വൈറലാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അത് കൈവരിക്കാൻ പറ്റി എന്നുള്ളതാണ്. പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്ന രീതിയിൽ DYFI-യും ഈ ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അതെ, DYFI ഇപ്പോൾ സംസ്ഥാനത്തുടനീളം കായിക മേഖലയിൽ ലഹരിക്കെതിരായിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കളിയിടങ്ങളാണ് ലഹരിക്കെതിരായ പോരാട്ടങ്ങളുടെ ഇടം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് DYFI-യുടെ ഏറ്റവും ശക്തമായ മത്സരങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. തീർച്ചയായും ലഹരിക്കെതിരെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് തീർച്ചയായും മാധ്യമ പ്രവർത്തകർ അവരും നമ്മളും ആ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കേണ്ടവരാണല്ലോ. MLA-മാരായാലും മാധ്യമപ്രവർത്തകരായാലും ആ മെസ്സേജ് കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ആ സൗഹൃദ മത്സരം നടത്തി. എല്ലാവരും നന്നായി കളിച്ചു. ആ കളിയിൽ എല്ലാവരും എൻ്റെയോടൊപ്പം ഉണ്ടായ MLA-മാരെല്ലാം നന്നായി അവരും ഇതുപോലെ നാടുമ്പുറങ്ങൾ കളിച്ചവരാണ്. എല്ലാവരും കളിച്ചു. നമ്മളെടുത്തൊരു ക്യാച്ച് അത് നന്നായി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഓടി. ഈ ബോളിങ്ങിനെ വരുന്ന സമയത്ത് ക്യാച്ച് എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ചാടിയത്. അല്ല, തീർച്ചയായും അത് പിന്നെ നേരത്തെ പറഞ്ഞവരെ പണ്ട് കണ്ടത്തുനിന്ന് കളിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഓർമ്മയുണ്ടല്ലോ. കണ്ടത്തിലാണ് ധൈര്യപൂർവ്വം ഡൈവ് ചെയ്യാം. കാരണം നമ്മളെ കണ്ടെന്ന് പറഞ്ഞാൽ പുല്ലും ചതുപ്പുള്ളൊരു പ്രദേശം. അപ്പോൾ ആ കണ്ടത്തിൽ നമ്മളിങ്ങനെ കളിച്ച് നടക്കുമ്പോഴുള്ള ഒരു ഓർമ്മയും പിന്നെ ആ ഒരു അനുഭവത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഓടിയിട്ട് അതെന്തായാലും പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു ട്രൈ ചെയ്യുക എന്നുള്ളത് എന്തായാലും. അപ്പോൾ നന്നായി അതിനോട് ട്രൈ ചെയ്തു. അതെന്തായാലും ക്യാച്ചായി.
ബാറ്റിങ്ങിലും താരായിരുന്നു. അതെ ബാറ്റിങ്ങിലും അത് 50 അടിച്ചു. ഏതായാലും നമ്മൾ ടീമിന് വേണ്ടിയിട്ട് ഒരു നന്നായി കളിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട, അത് കളിക്കാൻ പറ്റിയെന്നുള്ളതാണ് സന്തോഷം. ഈ സാധനം ശിവൻകുട്ടിയൊക്കെ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. അതിന് പുറമെ കുറേ ആൾക്കാർ ഇപ്പോൾ DYFI നേതാക്കളൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ഇത് നല്ല രീതിയിൽ ഷെയർ ചെയ്തു. എല്ലാവരും കൂടി ആ ക്യാച്ചിനെ ഒരു അഭിനന്ദനങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടുന്ന സമയത്ത് എന്താ ഇങ്ങനെ തോന്നുന്നത്? ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം സക്സസ് ആയി എന്നുള്ളത് തന്നെയാണ്. അല്ല തീർച്ചയായും അതിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ് ഈ ക്യാച്ച് വൈറലാവുന്നതോടുകൂടി വന്നത്. വളരെ സന്തോഷം. കാരണം ചെറുപ്പം മുതലേ കളിക്കുന്ന നേരത്തെ പറഞ്ഞവരെ കണ്ടത്തിലെ കളി അതൊരു വീഡിയോ ആയിട്ടൊക്കെ വരുമ്പോൾ, പണ്ട് നമ്മൾ ഈ ക്രിക്കറ്റൊക്കെ ടി വിയിലിരുന്ന് കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണും പോലെ ഇപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു സന്തോഷം. അത് ക്രിക്കറ്റിൽ കൂടി ഭാഗമായിട്ടാണ്. മറ്റ് MLA എന്ന രീതിയിൽ ബൈറ്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ചാനൽ ചർച്ചയിൽ പോകാറുണ്ട്. പക്ഷേ അതിനപ്പുറം ഒരു ക്രിക്കറ്റ് ഒരു വീഡിയോ ആയി വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും കളിക്കുമ്പോൾ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അന്ന് ടർഫോ കാര്യങ്ങളൊന്നുമില്ല, അന്ന് സാധാ കണ്ടത്തിലെ കളിയാണ്, അന്ന് മൊബൈലും ഇല്ല വീഡിയോ ഒന്നും എടുത്തു വെക്കാൻ. പക്ഷെ അത് വേറൊരു സന്തോഷം തരുന്നുണ്ട് എന്തായാലും. MLA മാർക്കറ്റിലെ ജോൺ ഡി റോഡ്സ് ആണ് MP ജിൻ എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ആ ക്യാച്ച് കാണുമ്പം അങ്ങനെ തോന്നുന്നു. പക്ഷെ മുന്നേ നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന സമയത്ത് കണ്ടത്തിലായാലും അതേപോലെ കുറേ ഗ്രൗണ്ടുകളുണ്ട്, കോളേജ് ഗ്രൗണ്ടുണ്ട്, അതേപോലെ തന്നെ ബാക്കിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ കളിക്കുന്നത്. ഇതേപോലത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്രൗണ്ടുകളുണ്ട്. ചില സമയത്ത് മഴയുള്ള സമയത്ത് കണ്ടത്തിന് കളിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഗ്രൗണ്ടിൽ കൗണ്ടി ക്രിക്കറ്റ് പോലുള്ള ക്രിക്കറ്റ് കളിക്കും. പിന്നെ അതേപോലെ മുന്നേ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ട്യൂഷനൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ടൂർണമെൻറ്റുകളുണ്ടാവും. അപ്പോൾ ഇവരാണ് വിജയനേട്ടനും അതേപോലെ തന്നെ ഇവരെ പോലെ ആൾക്കാരെ വന്നിട്ട് നമ്മൾ അവിടുന്ന് എന്തെങ്കിലും തട്ടിപ്പൊക്കെ പറഞ്ഞിട്ട് ഇറക്കിക്കൊണ്ടുവരുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട് പണ്ട് ടൂർണമെൻറ്റ്. ആ സമയത്ത് ടൂർണമെൻറ്റുകൾ കുറവാണ്, ഇപ്പോഴത്തെ പോലെ ടൂർണമെൻറ്റ് അനുഭവം ഉണ്ടാവില്ല. അതായത് ടൂർണമെൻറ്റിൽ പേര് കൊടുക്കൂ, ടൂർണമെൻറ്റിൽ പേര് കൊടുത്തിട്ട് കളിക്കാൻ റെഡിയാക്കുമ്പോൾ കുറച്ചാളെ കാണില്ല. അപ്പോൾ കളിക്കാൻ പോയേ പറ്റൂ, ആ കളിയുടെ ഒരു ആവേശം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ട്യൂഷന് പോയിട്ടുണ്ടാവും. അപ്പോൾ മെല്ലെ വീട്ടിൽ പറയാനും പറ്റില്ല. അപ്പോൾ മെല്ലെ സൈക്കിൾ എടുത്തിട്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകും. എന്നിട്ട് അവിടെ മാഷോട് എന്തെങ്കിലും തട്ടിപ്പ് പറയും. എന്നിട്ട് 2-3 ആളെ ഇവരന്ന് പൊക്കിയിട്ട് 11 ആൾ വേണ്ടേ കളിക്കാൻ ഇറങ്ങി. അപ്പോൾ ഇവരെയും കൂട്ടിയിട്ട് കളിക്കാൻ വേണ്ടി പോകും. അതെല്ലാം ഒരു ക്രിക്കറ്റ് ഓർമ്മയുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാവുന്നതോടുകൂടിയാണ് ഈ ലഹരിയുടെ കടന്നുവരവ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. കളിയിടങ്ങൾ, കലാകേന്ദ്രങ്ങൾ, നാടകങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സർഗാത്മകമായിട്ടും കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഒരു സംഘം അതിനെ ബോധപൂർവ്വം മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു കയറുന്നതാണ് തോന്നുന്നത്. അല്ല തീർച്ചയായും അതുപോലെ ലഹരി, അതോടൊപ്പം തന്നെ സൈബർ, അത് വലിയ പ്രശ്നം. സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ നമ്മളെല്ലാം എപ്പം കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ആ ഒരു കാലത്തിൻ്റെ ഒരു 90s 80s എന്തോ ആയിക്കോട്ടെ, അത് ആ ഒരു കാലത്തിൻ്റെ ആവേശം നിൽക്കുന്നവരാണ്. വൈബ് എന്ന് പറയാൻ പറ്റും. അതല്ല ഇപ്പോൾ നമ്മളെ ക്ലബ്ബ് തന്നെ സ്വന്തമായി ക്ലബ്ബുണ്ട്, അവിടെ ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നത്ത് ഇപ്പോൾ ചെറു കുഞ്ഞു മക്കൾ അവർ വന്ന് മൊബൈലെടുത്ത് തലകുനിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാം ചീത്ത പറയാറുണ്ട്. കാരണം അവരെല്ലാം നമ്മൾ ചീത്ത പറഞ്ഞ് ബാറ്റും ഫുട്ബോളും ഓടിപ്പിക്കും. കാരണം അതല്ലല്ലോ നമ്മളൊരു ഉണ്ടായ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ. തീർച്ചയായും ഇതൊക്കെയാണ് ഒരു കാലത്ത് നമ്മുടെ വളർച്ചയിൽ ഇതെല്ലാം തെറ്റാണ് എന്നൊക്കെ തോന്നിച്ചുകൊണ്ട് വളർത്തിയതിൽ പ്രധാനപ്പെട്ട ഘടകം ഉണ്ടാകുന്നു. ലഹരിക്കെതിരായും അന്ന് സൈബറിൻ്റെ സാഹചര്യം ഇത്ര പോലും ഇല്ല എങ്കിലും നമ്മളിപ്പോഴും നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ ഇവരായാലും നമ്മളിപ്പോൾ അധികം ഉണ്ടാവാറില്ലെങ്കിൽ ഇവരായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കളിയിടങ്ങളിലേക്ക് ഇവരെല്ലാം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോളുണ്ട്, വോളിബോൾ കളിക്കും, എല്ലാ കായിക ഇനങ്ങളിലും ഇവിടെ കളിക്കും. അത് ഇവിടെയും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവരും നമ്മളെ സാന്നിധ്യത്തിലാണെങ്കിൽ ഇവരെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെ, കുട്ടികളെല്ലാം കളിക്കളത്തിലേക്ക് എത്തിക്കാൻ. ഇപ്പോൾ നമ്മളൊരു സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട്, അത് കണ്ടത് നമ്മളതല്ലല്ലോ, മറ്റ് സ്വകാര്യ വ്യക്തികളതാണ്. ഒരു ഗ്രൗണ്ട് എടുക്കണമെന്ന് ഇപ്പോൾ ക്ലബ്ബ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയ തലമുറക്ക് വേണ്ടിയിട്ട് ക്ലബിൻ്റെ പേരിൽ സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഉണ്ടാകാൻ ഇപ്പോൾ നമ്മളൊരു ആലോചനയിലാണ്. അതൊക്കെ വേണം എന്തായാലും. പണ്ട് പിന്നെ വിജയനാടനൊക്കെ എന്നെക്കാട്ടി കുറച്ച് മൂത്തതാണ്. പക്ഷെ എന്നാൽ നമ്മളൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ പണ്ട് ഇതേപോലെ ബാറ്റോ ഇതേപോലത്തെ സ്റ്റമ്പോ ഒന്നും ഉണ്ടാവാറില്ല. മട്ടൽ, അതായത് തെങ്ങിൻ്റെ മട്ടലിനെ കൊണ്ട് മട്ടലിൻ്റെ ബാറ്റിൽ MRF എഴുതിയിട്ട് നമ്മൾ കളിച്ച് ഈ മട്ടൊക്കെ കൊണ്ടൊക്കെ എഴുതി വെക്കുക, അല്ല പെയിൻറ്റിനെ കൊണ്ട് മട്ടലിൻ്റെ ബാറ്റിൽ MRF എഴുതി, കല്ലാണ് സ്റ്റമ്പ് അതുപോലെ ഈ മട്ടലിൻ്റെ നേരിയ ഭാഗം സ്റ്റമ്പായിട്ട് കുത്തിവെച്ച് ഒരു സൈഡ് കല്ല് വെച്ച് MRFൻ്റെ ബാറ്റ് കൊണ്ട് നമ്മളെല്ലാം വലത്തെ ഭാഗത്ത് ഏതെങ്കിലും ഒരാളെ പറമ്പുണ്ടാവും, അവിടത്തേക്ക് പോയാൽ ഔട്ടായിരിക്കും. ഇടത്തെ ഭാഗത്തും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാളെ പറമ്പുണ്ടാവും, വീടുണ്ടാവും, ജനലിനടിച്ചാൽ ഔട്ട്, അങ്ങനെയുള്ള ഒരുപാട് നിബന്ധനയുണ്ടാവും. അതായത് അന്ന് ബോളും ഉണ്ടാവില്ല, ബോൾ പൊട്ടിക്കഴിഞ്ഞാൽ നിരാശയാണ്. എല്ലാവരും 50 പൈസയും ₹1 ഇട്ടിട്ട് ഈ അന്ന് സ്റ്റമ്പറിൻ്റെ ബോളുണ്ട്. അപ്പോൾ അത് മേണിക്കാൻ വേണ്ടിയിട്ട് മേണിക്കണ വേറെ വഴിയില്ല. അപ്പോൾ എല്ലാവരും 50 പൈസ ₹1 എല്ലാം കൂട്ടി വെച്ച് എങ്ങനെയെങ്കിലും ഒരു 8.50 ആയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ബോൾ മേടിക്കേണ്ട പൈസയായി. സ്റ്റമ്പറിന് പിന്നീട് ₹10 ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. അത് 50 പൈസ ₹1 ഇട്ടിട്ട് സ്റ്റമ്പറിൻ്റെ ബോൾ മേടിച്ചിട്ട് നേരത്തെ പറഞ്ഞ മട്ടലിൻ്റെ
ബാറ്റാണ്. അതിൽ MRF എഴുതി വെച്ചാൽ ഭയങ്കര ഹാപ്പിയായി, നമ്മളെ ക്രിക്കറ്റ് ലോകമായി. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ചെറുപ്പത്തിൽ ഓരോരാൾ സച്ചിനാവും, ഗാംഗുലിയാവും, ദ്രാവിഡാവും. അപ്പോൾ ആ ഒരു കാലമുണ്ടല്ലോ, അസ്രുദ്ദീൻ. അപ്പോൾ ആ ഒരു ഓർമ്മകൾ, ക്രിക്കറ്റ് ഓർമ്മകൾ വളരെ വലുതാണ്, പ്രധാനം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരം ആരാ? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം എനിക്ക് സച്ചിൻ തെണ്ടുൽക്കർ തന്നെയാണ്. അതോടൊപ്പം എൻ്റെ ഒരു ഹീറോ ആയിട്ട് രാഹുൽ ദ്രാവിഡ്, എനിക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു താരമാണ് രാഹുൽ ദ്രാവിഡ്. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ധോണി, രോഹിത് ശർമ്മ ഒക്കെ. IPL കൂടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. IPL ആവേശം കൂടിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ, എൻ്റെ IPL ആവശ്യം കൂടിയുണ്ട്. അതോടൊപ്പം ഞാൻ പറയാൻ പറ്റും, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു താരമാണ് ഗിബ്സ്. ഗിബ്സ് എൻ്റെ ഒരു ഇഷ്ട താരമായിരുന്നു. അത് ക്രിക്കറ്റ് കാലത്തുള്ള എല്ലാവർക്കും ഓരോരോ ഉണ്ടാവും. ഇപ്പോൾ IPL ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ക്രിക്കറ്റ് ആവേശം അത് വളരെ ശക്തമായി. ഇന്നലെ മുതൽ വളരെ ആവേശകരമായ IPL കൂടി ആരംഭിച്ചു. ഏതായാലും ഇനി ക്രിക്കറ്റ് ഒരു ആവേശമായി കൂടുതൽ മാറും IPL കൂടി വന്ന ഘട്ടത്തിൽ. ഈ നാട്ടിൻപുറത്തെ ഈ ഇങ്ങനെയുള്ള കളികളൊക്കെ മിസ് ചെയ്യും. മട്ടൽ കളിയിൽ മട്ടലും ഈ ഇതൊക്കെ ആയിട്ട് അതൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടാവും. ശരിക്കും വളരെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് പൊതുവേ കുറവാണ്. മുന്നേത്തെ ആ രീതി നോക്കുമ്പോൾ വളരെ കുറവാണ് ക്രിക്കറ്റ്. മുന്നേ ഇപ്പോൾ രാവിലെ നമ്മൾ സ്കൂൾ ഇറങ്ങിയാൽ 6 മണിക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ വൈകുന്നേരം 6 മണി വരെ കളിക്കും ക്രിക്കറ്റ് പല സ്ഥലത്തും പോയിട്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് കുറവാണ് അത്. അപ്പോൾ അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഓർമ്മയിലെങ്ങനെയാണ് ക്രിക്കറ്റൊക്കെ? നമ്മളെ ഇവരെപ്പുറം തന്നെ എപ്പം കളിക്കല്. അപ്പോൾ കണ്ടത്തുനിന്ന് കളിക്കലുണ്ട്, അപ്പോൾ അത് ഇതേപോലത്തെ സ്ഥലങ്ങളിൽ നിന്നും കളിക്കലുണ്ട്. വേറെ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ഈ ശരീരത്തിൽ ഓരോ മുറിപ്പാടുണ്ടാവും. കാരണം വെച്ചാൽ വീണ് പെരങ്ങി അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ അല്ലേ? അതെ തീർച്ചയായും. അങ്ങനെയെല്ലാം ഓർമ്മകളുണ്ടാവില്ല എപ്പോഴും. ഒരു ചെറിയ കലയൊക്കെ മുട്ടിനൊക്കെ ഉണ്ടാകുന്ന കലകളൊക്കെ എല്ലാ കാലത്തും ഒരു ഓർമ്മയാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടോ? ഉണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് വിജിനും കൂടി ഉണ്ട്, അവനോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇതിനെ പക്ഷേ എപ്പോൾ കളിക്കാൻ കിട്ടലുണ്ടാവില്ല അല്ലേ ഇവിടെ? ഇല്ല, കുറവാണ് കിട്ടുന്നത്, കുറവാണ്. പക്ഷേ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും. എന്തായാലും ഈ നാട്ടിൻപുറത്തുള്ള ഒരു കളി അത് വല്ലാത്തൊരു അനുഭവം. ഇപ്പോൾ പറഞ്ഞ രാവിലെ നമ്മൾ പാനി എന്നാ പറയുക, എല്ലാ സംസ്ഥാനം മൊത്തം അങ്ങല്ല, ഒരു പാനി നിറയെ പച്ചവെള്ളമായിട്ട് കണ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പച്ചമാങ്ങ പിന്നെ ലേശം പറങ്കിയും കാലാണ്. അന്നേരം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പോവില്ല. നമ്മൾ ടെസ്റ്റൊക്കെ തുടങ്ങും, 5 ദിവസത്തെ ടെസ്റ്റെല്ലാം തുടങ്ങും അന്ന് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതിൽ മറ്റേ വലിയ കമ്പനികളുടെ ഒക്കെ പാനീയങ്ങൾ കുടിക്കാൻ വരുന്ന പോലെ നമ്മൾ വലിയ ഇത് പാനിയിൽ നിറയെ പച്ചവെള്ളം കൊണ്ടുപോയിട്ട് ആ വെള്ളമൊക്കെ കുടിച്ചിട്ടുള്ള ക്രിക്കറ്റ് ഓർമ്മകൾ അത് എന്തോ നൊസ്റ്റാൾജിയാണ് തീർച്ചയായും. അതെല്ലാം ഒരു ക്രിക്കറ്റ് ഓർമ്മകളുടെ ഭാഗമാണ്. ക്രിക്കറ്റ് നമ്മളെ ഒരു രീതി തന്നെ രാവിലെ പോലും വൈകുന്നേരം വരെ ക്രിക്കറ്റ്, ഷാർപ്പ് 5 മണി മുതൽ 7 മണി വരെ ഫുട്ബോളാണ്. അപ്പോൾ രണ്ടും നമ്മൾ ഒരുപോലെ ചേർത്ത് പിടിച്ച് പോയതാണ്. അപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ഒരുപോലെ, അത് രണ്ടും ആവേശം നമ്മൾ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ ലോകകപ്പൊക്കെ തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ നിൽക്കില്ല, നമ്മൾ തല്ലുകൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും അർജൻറ്റീനക്കാരും ബ്രസീലും ആവും തല്ലുകൂടും. അതൊക്കെ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ലഹരിയാണല്ലോ അല്ലേ? തീർച്ചയായും അതൊരു ആവേശമാണ്. എനിക്ക് തോന്നുന്നത് ലോകകപ്പ് ക്രിക്കറ്റിനേക്കാൾ ഫുട്ബോളാണ് ലോകകപ്പ് വരുമ്പോൾ ആവേശം വരുന്നത്. അടിയാണ്, പരസ്പരം അടി തന്നെയാവും. അത് പിന്നെ പ്രശ്നത്തിലേക്ക് ഉൾപ്പെടെ ചർച്ച. നിങ്ങളുടെ എംബിജിന്റെ ബാനറാണ് ഇപ്പോഴെങ്കിൽ ലോകകപ്പ് പിന്നെ എംബിജിന്റെ ബോർഡൊക്കെ മാറ്റിയിട്ട് എംബിജിനൊന്നും അവിടെ ഇല്ല. അവിടെ മെസ്സിയും റൊണാൾഡോ ഒക്കെ കീഴടക്കും. ആ വീടൊക്കെ വലിയ കട്ടൗട്ടായിരുന്നു. അപ്പോൾ മെസ്സിയുടെ ഒരു കട്ടൗട്ട്, വലിയ കട്ടൗട്ട്, നമ്മൾ വലിയ വലിപ്പത്തിൽ കട്ടൗട്ട് കൊണ്ടുവച്ചു. വാശിക്ക് നെയ്മറുടെ വെക്കും. പിന്നീട് പ്രശ്നമാണ് കട്ടൗട്ട്, പിന്നെ അതിലും വലുത് വെക്കണ്ടേ പിന്നെ വീണ്ടും. അപ്പോൾ അതൊക്കെ ഒരു ആവേശകരമായ ഓർമ്മയാണ്. നാട്ടിൻപുറത്തിൻ്റെ ഒരു കായികത്തിൻ്റെ ഒരു അനുഭവങ്ങളാണ് അതെല്ലാം നമുക്ക് തരുന്നത്. എംവിജിൻ ക്യാച്ചെടുത്ത ആ മാച്ചിൻ്റെ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ലഹരിക്കെതിരായ സന്ദേശമാണ്. ലഹരി എന്നാൽ അത് കളിയിടങ്ങളും പാട്ടുകളും സർഗാത്മകമായ പ്രവർത്തനങ്ങളുമാണ്. മറ്റ് ലഹരികളോട് വിട പറഞ്ഞ് കളിയിടങ്ങളോടും സർഗാത്മകമായ പ്രവർത്തനങ്ങളോടും അല്ലാത്ത അടങ്ങാത്ത ലഹരിയാകാം എന്നുള്ളതാണ് ആ ക്യാച്ചിൻ്റെയും ആ മാച്ചിൻ്റെയും സന്ദേശം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.